ഇന്ത്യൻ സിനിമയിലെ പവർ ഹൗസുകൾ ആരൊക്കെ, പവർ ഹൗസ് സിനിമകൾ തരുന്ന ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. എല്ലാ പ്രേക്ഷകരും ഈ പവർ ഹൗസിനെ തപ്പി നടക്കുകയാണ്. കൂലി എന്ന സിനിമയിൽ പവർ ഹൗസ് എന്നൊരു കാര്യം കേട്ടപ്പോൾ മുതൽ അവർ അതിന് പുറകിലാണ്. ഇന്ത്യൻ സിനിമയിലെ പവർ ഹൗസുകൾ ആരൊക്കെ, അത് ക്രിയേറ്റ് ചെയ്യുന്നവർ ആരൊക്കെ എന്ന ചോദ്യം വന്നാൽ ആദ്യം എടുത്തു പറയാവുന്ന 3 പേരേ ഉള്ളൂ. ഒന്ന് രാജമൗലി, മറ്റൊന്ന് പ്രശാന്ത് നീൽ, പിന്നിപ്പോഴിത ലോകേഷ് കനകരാജ്. ഇവർ 3 പേരുമാണ് ഇന്ത്യൻ സിനിമയുടെ പവർ ഹൗസുകൾ എന്നാണ് ഉറപ്പായും പറയാൻ. കാരണം അവർ ഒരുക്കുന്ന സിനിമകളും അതിന്റെ ക്യാൻവാസും സ്റ്റാർ കാസ്റ്റിംഗും ഒക്കെ ഗംഭീരം തന്നെ. ഇതിനു മുമ്പ് പവർ ഹൗസ് എന്ന് പറയാൻ കഴിയുന്ന കുറെ സംവിധായകരുണ്ടായിരുന്നു. അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയി എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ചിത്രങ്ങളൊന്നും അടുത്ത കാലത്ത് വലിയ ഓളമൊന്നും ഉണ്ടാക്കാതെ പോയിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരൊക്കെയാണെന്ന്. ഈ പവർ ഹൗസ് ഡയറക്ടേഴ്സിനൊപ്പം നമ്മുടെ സൂപ്പർ താരങ്ങൾ വരണം എന്ന ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അവരവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ അവർക്കൊപ്പം വരണം എന്നത്. നമ്മളും അത് തന്നെ പറയുന്നു. മോഹൻലാലൊക്കെ ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ എത്തിയാൽ എന്താകുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും അങ്ങനെ ഒരു സംഭവം വരേണ്ടതുണ്ട്. ഭാവിയിൽ സംഭവിക്കാതിരിക്കുകയില്ല, വന്നേക്കാം. കാരണം ഗംഭീര സിനിമകളുടെ പുറകിലാണ് ലോകേഷ് കനകരാജ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ പോലുള്ളവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലും. അതുപോലെ തന്നെ പ്രശാന്ത് നീലും രാജമൗലിയുടെയും ഒക്കെ ഡയറക്ഷനിൽ മോഹൻലാലിനെ കാണാനുള്ള ആഗ്രഹം ഓരോ പ്രേക്ഷകരും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പവർ ഹൗസുകൾ പവർ പാക്ഡ് ചിത്രങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുകയാണ്. അതിൽ തന്നെ ലോകേഷ് കനകരാജിന്റെ കൂലിയാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. കൂലി കുറച്ച് സ്പെഷ്യലാണ്. ഇപ്പോൾ കൂലിയെക്കുറിച്ച് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടെത്തിയത് ലോകേഷ് കനകരാജ് തന്നെ കൗതുകമായിരിക്കുകയാണ്. പറഞ്ഞതാകട്ടെ ശരിക്കും ഞെട്ടിപ്പിച്ചു. എല്ലാവരും പറയുന്നത് ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണെന്നും ടൈം ട്രാവൽ സിനിമയാണെന്നും എല്ലാമാണ്. കൂലി എന്താണെന്ന് ആളുകൾ കാണുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നത് കാണാൻ എനിക്ക് വളരെ ആവേശമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് കൂലി എന്ന സിനിമയെന്ന് പറഞ്ഞു വെക്കുകയാണ് ലോകേഷ് കനകരാജ്. പ്രേക്ഷകരുടെ അത്ഭുതം എന്താണെന്നറിയാനുള്ള ആവേശത്തിലാണ് താനെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ സിനിമ എന്നുള്ള കൗതുകം ജനിച്ചു കഴിഞ്ഞു. കൂലി സിനിമയുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ നടക്കുന്ന വലിയ ചർച്ചകൾക്ക് മറുപടിയായിരുന്നു ലോകേഷ് കനകരാജിന്റെ ഈ വാക്കുകൾ. ടൈം ട്രാവലും സയൻസ് ഫിക്ഷനും ഒക്കെ മാറി നിൽക്കും, പക്ഷേ ഇതൊരു വേറൊരു മേഖലയാണ് എന്ന് തന്നെയല്ലേ ലോകേഷ് കനകരാജ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ കാണാൻ പോകുന്ന ലോകേഷ് കനകരാജ് സിനിമ കുറച്ച് സ്പെഷ്യൽ തന്നെയായിരിക്കും. കാരണം ലിയോ പോലൊരു സിനിമ ഇറങ്ങിയപ്പോൾ വലിയ രീതിയിൽ പഴി കേട്ടിരുന്നു. ആ പഴികളെയൊക്കെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സിനിമയിൽ അതൊക്കെ മാറ്റി നിർത്തി ഗംഭീര സാധനം തന്നെ പിടയ്ക്കും എന്ന് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ അനുമാനിക്കുകയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം ലോകേഷിന്റെ ഒരുക്കത്തിൽ വരാൻ പോകുന്ന കൂലി എന്ന ചിത്രം. അതുപോലെ തന്നെ കൂലി മേക്ക് ചെയ്തിരിക്കുന്നതും അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രജനികാന്ത് നായകനായെത്തുന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ ആരാധകരും. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. മികച്ച വരവേൽപ്പായിരുന്നു ലഭിച്ചിരുന്നതും. വലിയ ക്യാൻവാസിൽ ബിഗ് ബജറ്റ് സിനിമയായാണ് കൂലി ഒരുങ്ങുന്നത്. സിനിമയുടെ ചിത്രീകരണം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ട് നിർമ്മാതാക്കൾ നൽകിയതിൽ 5 കോടി ബാക്കിയുണ്ടായിരുന്നതായി ലോകേഷ് തന്നോട് പറഞ്ഞെന്ന് പറയുകയാണ് നാഗാർജുന. സിനിമയുടെ പ്രൊമോഷൻ വേദിയിലായിരുന്നു നടന്റെ പ്രതികരണം എത്തിയത്. ലോകേഷിനെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ കൈദി എന്ന സിനിമ കണ്ടതു മുതലാണെന്ന് ഞാൻ പറയും. എന്ത് രസമായിട്ടാണ് അയാൾ ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം ചെയ്ത വിക്രം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ 2 സിനിമകൾക്ക് ശേഷം ലോകേഷുമായി വർക്ക് ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ടായി. ഏതെങ്കിലും കഥയുണ്ടെങ്കിൽ തന്നെ വിളിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നോട് കഥ പറഞ്ഞപ്പോൾ എന്റെ കഥാപാത്രം എന്തുമാത്രം കൂളാണെന്ന് മനസ്സിലായി. ആദ്യമായിട്ടാണ് ലോകേഷിന്റെ ഒരു സിനിമയിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ എത്തുന്നതെന്ന് തോന്നുന്നു. നായകനൊപ്പം നിൽക്കുന്ന കഥാപാത്രത്തെയാണ് ലോകേഷ് എനിക്ക് തന്നത്. ഈ സിനിമ ലോകേഷ് ഷൂട്ട് ചെയ്ത രീതിയും പ്രശംസിക്കപ്പെടേണ്ടതാണ്. ഷൂട്ടിന്റെ അവസാനമായപ്പോഴാണ് ലോകേഷ് എന്നോട് സാർ സൺ പിക്ചേഴ്സ് തന്ന പൈസയിൽ 5 കോടി ഇനിയും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അത്. കാരണം യഥാർത്ഥ ബജറ്റിന്റെ 5 മടങ്ങ് കവിഞ്ഞാലും സിനിമ പൂർത്തിയാക്കാത്ത സംവിധായകനുണ്ട്. നാഗാർജുനന്റെ വാക്കുകൾ ഇതായിരുന്നു. ഇങ്ങനെയൊക്കെ ബജറ്റൊക്കെ നിയന്ത്രിച്ച് ഗംഭീര രീതിയിൽ ഒരുക്കുന്ന സംവിധായകൻ, അപ്പോൾ ആ സംവിധായകന്റെ കഴിവിനെയാണ് പ്രശംസിക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ലോകേഷിനെ കണ്ണുമടച്ച് പവർ ഹൗസ് എന്ന് തന്നെ വിളിക്കാമല്ലോ. ലോകേഷ് കനകരാജ് ഈ ചിത്രം അങ്ങനെ ഒരു ലാഘവത്തോടെ ചിത്രീകരിച്ചതല്ല. ചിത്രത്തിന് സെൻസർ കഴിഞ്ഞപ്പോൾ എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. 3 മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം. സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സെൻസർ പൂർത്തിയായപ്പോൾ എ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നതും. അതിനൊപ്പം തന്നെയാണ് രജനികാന്തിന്റെ ഗംഭീര വാക്കുകൾ കൂടി എത്തിയത്. കൂലി ഓഡിയോ ലോഞ്ചിൽ പതിവ് പോലെ രജനികാന്തിന്റെ സ്റ്റാൻഡപ്പ് സ്പീച്ച് വളരെ ഗംഭീരമായിരുന്നു. ലോകേഷ് കഥ പറയാൻ വന്നതിനെക്കുറിച്ചും പിന്നീട് സിനിമയിലെ ഒരു ക്യാമിയോ റോളിനെ കുറിച്ചും അദ്ദേഹം കോമഡി കലർത്തി പറയുന്നത് കേൾക്കാൻ വളരെ രസമായി തോന്നി. കുറെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കഥയാകാം, പക്ഷേ അതിനെ ഇത്രയും മനോഹരമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എന്നൊക്കെ പറഞ്ഞായിരുന്നു രജനിയുടെ വാക്കുകൾ. ലോകേഷ് പറഞ്ഞു, സാർ ഇനിയൊരു ക്യാരക്ടർ ഉണ്ട്, അത് ക്യാമിയോ ആണ്, സാർ വിശ്വസിക്കുമോ എന്നറിയില്ല. രജനി അപ്പോൾ ചോദിച്ചു, ഇനിയിപ്പോ ഉലകനായകൻ കമലഹാസൻ ആയിരിക്കുമോ? അദ്ദേഹത്തിന്റെ ഫാൻ ബോയ് ആണിവൻ. ഒരുമിച്ച് വിക്രം സിനിമയും ചെയ്തതാണ്. അങ്ങനെ ഒരു കാസ്റ്റ് ആണെങ്കിൽ അതൊരു സംഭവമാകും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ലോകേഷ് പറഞ്ഞു, സാർ അത് അമീർ ഖാനാണ്. രജനി ആകാംക്ഷയോടെ, അമീർ ഖാനോ? അദ്ദേഹം സമ്മതിച്ചോ? അതേ സാർ സമ്മതിച്ചു എന്ന് ലോകേഷിന്റെ വാക്കുകൾ. രജനി അമീർ ഖാൻ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ പറയാൻ ചുരുങ്ങിയത് 2 വർഷമാകും. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എത്ര ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ എടുക്കും ഒരു സിനിമ പൂർത്തിയാക്കാൻ. അത്രയും പെർഫെക്ഷനിസ്റ്റ് ആണ്. ഒരു വശത്ത് സൽമാൻ ഖാൻ, മറുവശത്ത് ഷാറുഖ് ഖാൻ, രണ്ടിനും നടുവിൽ നമ്മുടെ കമലഹാസനെ പോലെയുള്ള അമീർ ഖാൻ.
അദ്ദേഹം നമ്മുടെ സിനിമയിൽ ഒരു ക്യാമിയോ ചെയ്യാൻ സമ്മതിച്ചെന്നാൽ ഹീസ് എ ലെജൻഡ് എന്നായിരുന്നു രജനിയുടെ വാക്കുകൾ. ഇതൊക്കെ ഒരു ഭാഗത്ത് വലിയ കൗതുകം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴാണ് ഈ പവർ ഹൗസ് പരാമർശവുമായി സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ കൂടിയത്. ഈ പവർ ഹൗസുകളുടെ കൂടെ മോഹൻലാലിനെ കാണാനുള്ള കൗതുകവും ആരാധകരിൽ ജനിച്ചിട്ടുമുണ്ട്. ലോകേഷിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ വന്നാൽ എങ്ങനെയുണ്ടാകും? അത് തന്നെയായിരുന്നു പിന്നീടുള്ള ചർച്ചകളും. ഏതായാലും ഈ ചിത്രത്തിൽ മോഹൻലാലിനെ ക്യാമിയോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ ആയിരിക്കും. എന്നാലും ചില സർപ്രൈസുകൾ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.